IVF ചികിത്സയിൽ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന രണ്ട് ടെക്നിക്സാണ്, രണ്ട് ചികിത്സാ രീതിയാണ് കൺവെൻഷണൽ IVF, ICSI അഥവാ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. കൺവെൻഷണൽ IVFൽ അണ്ഡവും ബീജവും യോജിപ്പിച്ചിട്ട് നമ്മൾ അതിനെ ഇൻക്യുബേറ്ററിൽ വെക്കുന്നു. സ്പേം തന്നെ അണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. നേരെ മറിച്ച് ICSIയിൽ ഒരു സ്പേം, അതായത് മികച്ച സ്പേമിനെ എംബ്രിയോളജിസ്റ്റ് തിരഞ്ഞെടുത്തിട്ട് അണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നു. അങ്ങനെ വരുമ്പം ഫെർട്ടിലൈസേഷൻ്റെ വിജയ ശതമാനം ICSI എന്ന ചികിത്സാ രീതിയിൽ കുറച്ചുകൂടെ അധികമാണ്. കൺവെൻഷണൽ IVFും ICSIയും ഏതാണ് തീരുമാനിക്കുന്നത്, ഏത് ചികിത്സാ രീതിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം പുരുഷന്മാരിൽ നിന്ന് കിട്ടുന്ന ബീജത്തിൻ്റെ ക്വാളിറ്റിയാണ്. ബീജത്തിൻ്റെ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, അതേപോലെ ബീജത്തിൻ്റെ ചലനശേഷി വളരെ മോശമാണെങ്കിൽ ICSI ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ചികിത്സാ രീതി.